മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പുതിയ ഹർജി 2006, 2014 വർഷങ്ങളിലെ ഡാം സുരക്ഷിതമെന്ന വിധി റദ്ദാക്കണമെന്നാണ് ആവശ്യം. കേരളത്തിന് ഡാമിൽ അവകാശമുണ്ടെന്നും ഹർജിക്കാരൻ. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേർന്നു. വിഷ്ണു, ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ നടന്നതാണ്, പല ഘട്ടങ്ങളിലും വിധികൾ എത്തിയതുമാണ്. അതുമായി ബന്ധപ്പെട്ട പല വ്യവഹാരങ്ങളുടെയും തുടർച്ചയുമുണ്ട് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴിതായി പുതിയ ഹർജി കൂടി രംഗത്തുനിന്ന്. എന്തൊക്കെയാണ് ഈ ഹർജിയിലെ ആവശ്യങ്ങൾ? തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിൽ സുപ്രീം കോടതി വിധി പറയുകയും പാട്ടക്കരാർ സംബന്ധിച്ചടക്കം സുപ്രീം കോടതി മുൻകാലങ്ങളിൽ വിധി പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ പുതിയൊരു ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിന് കേരളത്തിന് കൂടി ഒരു അവകാശമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലെ മുൻകാലങ്ങളിലെ 2006-ലെയും 2014-ലെയും ഉത്തരവുകൾ റദ്ദാക്കണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അഭിഭാഷകനായിട്ടുള്ള മാത്യു നെടുമ്പാറ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു ഹർജി നൽകുമ്പോൾ അതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം സുപ്രീം കോടതി മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ പാട്ടക്കരാർ സംബന്ധിച്ച് സുപ്രീം കോടതി വീണ്ടും പരിശോധന നടത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞ ആഴ്ചയാണ് സുപ്രീം കോടതി അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം ഈ മാറിയ സാഹചര്യത്തിൽ പാട്ടക്കരാർ നിലനിൽക്കുമോ, അല്ലെങ്കിൽ പാട്ടക്കരാറിന് ഈ സാഹചര്യത്തിൽ സാധുതയുണ്ടോ എന്നതാണ് സുപ്രീം കോടതി പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. 1886-ൽ ഉണ്ടായിരുന്ന ഒരു പാട്ടക്കരാർ, അത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ഒരു കരാറായതുകൊണ്ട് തന്നെ ഈ മാറിയ കാലഘട്ടത്തിൽ ആ കരാറിന് സാധുതയുണ്ടോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ 2006-ലെയും 2014-ലെയും സുപ്രീം കോടതി വിധികൾ റദ്ദാക്കണം എന്നതടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. അജിംഷാദ്. ശരി, വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഹർജി കൂടി എത്തിയിരിക്കുന്നു. കേരളത്തിന് മുല്ലപ്പെരിയാർ ഡാമിൽ അവകാശമുണ്ട് എന്നതടക്കം സ്ഥാപിക്കണം, നേരത്തെ ഉണ്ടായിരുന്നവരുടെ വിധി റദ്ദാക്കണം, ഇതൊക്കെ ആവശ്യപ്പെട്ടാണ് പുതിയ ഹർജി. ഇതിൻ്റെ വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.